ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് നിലവിൽ ചോദിച്ചിട്ടുണ്ട്. പാരാമെഡിക്കൽ കോഴ്സസുകൾ ഒരുപാടുണ്ട്. എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, അതിന് അഡ്മിഷൻ എങ്ങനെയാണ്, അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ എന്താണ്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസുകളാണ്. ഇപ്പോൾ BPT BOT, അതുപോലെ തന്നെ MLT MIT, അതുപോലെ തന്നെ RCT CCT പോലുള്ള ഒരുപാട് കോഴ്സസുകൾ പെയറായിട്ടുള്ളത് ഏകദേശം സിമിലാരിറ്റീസ് ഉള്ള കോഴ്സസുകളാണ്. പക്ഷേ അതിൻ്റെ ഡിഫറൻസസ് എന്താണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അതിനൊക്കെ ഒരു ആൻസർ ആയിട്ടാണ്, അതിനൊക്കെ ഒരു ഡൗട്ട് ക്ലിയറൻസ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ സെഷൻസ് വരുന്നത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, BPT BOT, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി, ഈ രണ്ട് കോഴ്സസുകൾ തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടും നല്ല ബൂമിംഗ് ആയിട്ടുള്ള കോഴ്സാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ പോലുള്ള കൺട്രീസിലൊക്കെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടെയുള്ള കോഴ്സ് കൂടെയാണ് ഈ രണ്ട് കോഴ്സസ്. ഈ BPT BOT കേൾക്കുമ്പോൾ ഏകദേശം സിമിലാരിറ്റി തോന്നും, പക്ഷെ രണ്ടും എൻ്റെ ഡിഫറെൻ്റാണ് വരുന്നത്. സാധാരണ ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആക്സിഡൻസോ അതല്ലെങ്കിൽ സ്ട്രോക്കോ അതല്ലെങ്കിൽ ജന്മന ഉണ്ടാകുന്ന എന്തെങ്കിലും വൈകല്യങ്ങളിൽ സാമൂഹികമായിട്ട് പിന്നോട്ട് പോകുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക, ആ സ്കില്ല് തിരിച്ച് അറ്റൈൻ ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടും പ്രാഥമികമായിട്ട് ചെയ്യുന്നത്, അല്ലേ? രണ്ടും രണ്ട് രീതിയിലാണ് പോകുന്നത്. അതെ. BPTൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു പരിക്കൊക്കെ, ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വരുന്ന ശാരീരിക ചലനങ്ങളെ വീണ്ടെടുക്കുക, തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട്, ഇപ്പോൾ ഒരു മേജർ ആക്സിഡൻ്റ് ആണ്, ഇപ്പോൾ ഹെഡ് ഇഞ്ചുറി ഒക്കെ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ മേ ബി ഒരു 1 മന്തൊക്കെ എന്ത് ചെയ്യും, ബെഡിൽ തന്നെ ചിലപ്പോൾ കിടന്നിട്ടായിരിക്കും അയാൾ റിട്ടേൺ അദ്ദേഹം വരിക. അപ്പോൾ അപ്പോഴേക്കും ഇവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ ചലനശേഷിയും, അല്ലേ, ഇപ്പോൾ നമ്മുടെ കാലുകൾക്കുള്ള സ്ട്രെങ്ത്തും അതുപോലെ തന്നെ കൈകൾക്കുള്ള സ്ട്രെങ്ത്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അഗെയിൻ ആ സ്ട്രെങ്ത്തൊക്കെ തിരിച്ചു കൊടുത്ത് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് BPTക്കാരാണ്, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി പഠിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലേ? അറ്റ് ദ സെയിം ടൈം BOT പഠിച്ചിട്ടുള്ള ആളുകൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലുകൾക്ക് ബലമില്ലാത്ത ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് നല്ല ബലം ഉണ്ടാക്കി കൊടുത്തു എന്ന് കരുതിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും നടക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഈ നടക്കാനുള്ള സ്കില്ല് ആർജിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് BOT പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിരലുകൾക്ക് ചലനം ഇല്ലാത്ത ഒരാളെ വിരലുകൾക്ക് ചലനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് BPTക്കാർ ചെയ്യുമ്പോൾ, ഈ കൈകൾക്ക് കൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്നുള്ള ആ ഭക്ഷണം കഴിക്കാനുള്ള സ്കില്ല് നേടിക്കൊടുക്കുന്നത്, അതിലേക്ക് എത്തിക്കുന്നത് BOTക്കാരാണ് എന്നുള്ളതാണ് സത്യം. ഇവർക്ക് വരുന്ന പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ എവിടെയൊക്കെയാണ്, ഒരേ ഹോസ്പിറ്റലുകളിൽ ഒരേ പോസ്റ്റിലാണോ ഇവരുടെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? BPTകൾ പ്രധാനമായിട്ടും വരുന്നത് സ്പോർട്സ് പരിക്കുകളാണ്. പിന്നെ നമ്മൾ ഈ കഴുത്ത് വേദന, നടുവേദന, ചില ആളുകൾക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം ചില ചലനങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതിപ്പോൾ BOTയിലേക്ക് വരികയാണെങ്കിൽ, അതിപ്പോൾ ADHD ഓട്ടിസം വന്നിട്ടുള്ള കുട്ടികൾ, മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾ, സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ഈ ദൈനംദിന കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ളൊരു ഡിഫറൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം 4 വർഷം തന്നെയാണ് വരുന്നത്. 4 വർഷത്തെ പഠനവും 6 മാസത്തെ പ്രാക്ടിക്കലുമാണ് വരുന്നത്. ഇവിടെ ഫെമിലിയർ ആയിട്ടുള്ള BPT ആണ്. BOT അധികം ആളുകൾക്കും അറിയില്ല. ബട്ട് UK, കാനഡ പോലത്തെ യൂറോപ്യൻ കൺട്രീസുകളിലേക്കൊക്കെ BOTക്ക് നല്ല സാധ്യതയാണ് വരുന്നത്. ഈ BPT BOT കോഴ്സുകൾക്ക് അഡ്മിഷൻ ക്രൈറ്റീരിയ വരുന്നത് അവരുടെ +2 മാർക്കിൻ്റെ ബേസിസിലാണ്. ഇത് പ്രത്യേകമായിട്ട് എൻട്രൻസ് കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ബട്ട് ഇത് ബേസിസ് ചെയ്യുന്നത് അവരുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, അഥവാ PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കോമ്പിനേഷൻ എടുത്തിട്ടുള്ള, സയൻസ് എടുത്തിട്ടുള്ള കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് അവർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, 2 രീതിയിലുള്ള കോളേജുകളുണ്ട്. അഥവാ മെറിറ്റിലായിട്ട് ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളും അവൈലബിൾ ആണ്. നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള LBS ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്.
പ്യുവർലി അവരുടെ മാർക്കിൻ്റെ ബേസിസിലാണ്. ദർ ഇസ് നോ എൻട്രൻസ് എക്സാം ഫോർ BPT ആൻഡ് BOT. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവരുടേതായിട്ടുള്ള എൻട്രൻസുകൾ വിളിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നീറ്റിൻ്റെ ബേസിസിലും എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് പിന്നെ അഡ്മിഷൻ എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ അങ്ങനെ എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമ്പിളാണ് ജിംബർ പുതുച്ചേരി. അവിടേക്ക് നീറ്റ് UGയുടെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, BPTയിലേക്കും അതുപോലെ തന്നെ BOTയിലേക്കും അഡ്മിഷൻ അവരെടുക്കുന്നത്. ഏകദേശം എല്ലാ ഇൻഫർമേഷൻസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ കുട്ടികളുടെ ഒരു അഭിരുചി നോക്കിയിട്ട് നമ്മൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ്, ഫിറ്റ്നസ്, അതുപോലെ തന്നെ നമ്മുടെ അനാട്ടമി, ശാരീരിക ഘടന, വ്യായാമങ്ങൾ, ഇതിലൊക്കെ കൂടുതൽ താല്പര്യമെന്നുണ്ടെങ്കിൽ BPT ചൂസ് ചെയ്യുന്നതായിരിക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ BOTയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ സയൻസിനോടൊപ്പം അവർക്ക് സൈക്കോളജിയിൽ കൂടി അവർക്ക് എന്തുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ആളുകളുമായിട്ട് ഇമോഷണലി കൂടുതൽ അറ്റാച്ച് ചെയ്യാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ കൂടുതൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒന്നുകൂടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് BOT ആയിരിക്കും.